നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയുമായിട്ടാണ് ഇന്ന് എൻട്രി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എൻട്രി. എൻട്രിയെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം, ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യം, ഒരു മത്സര പരീക്ഷയ്ക്ക് ഒരു ഉദ്യോഗാർത്ഥി ജോലിക്ക് കയറുമ്പോഴാണ്, ആ പരീക്ഷ എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനം കിട്ടി ജോലിക്ക് കയറുമ്പോഴാണ് നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മുടെ വിശിഷ്ടാതിഥി മീനാക്ഷിയാണ്. മീനാക്ഷി ICDS സൂപ്പർവൈസർ പരീക്ഷയിൽ സ്പെഷ്യൽ കാറ്റഗറി എക്സാം നടന്ന് അതിൽ ജോലിക്ക് പ്രവേശിച്ച് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോഴ്സ് തുടങ്ങിയത് മുതൽ, എൻട്രിയിലെ കോഴ്സ് തുടങ്ങിയത് മുതൽ ഈ ജോലിയിൽ കയറിയത് വരെയുള്ള എക്സ്പീരിയൻസ് മീനാക്ഷിക്ക് നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. മീനാക്ഷി, സ്വാഗതം. എൻട്രിയുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ജോലിക്ക് കയറിയതിൻ്റെ സന്തോഷം അത് എങ്ങനെയുണ്ട് മീനാക്ഷി? ഒത്തിരിയധികം സന്തോഷം, സാറ്റിസ്ഫൈഡ് ആണ്, മനോഹരമായി പോകുന്നു ജീവിതം. ഈ ICDS പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ സേവന വിഭാഗത്തിൽ വരുന്ന ജോലി കൂടിയാണ്. എന്നാൽ സാധാരണ ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്നുള്ള രീതിയിൽ ഒരു 1975 മുതൽ ആരംഭിച്ച് സാമൂഹ്യ സേവന രംഗത്ത്, പ്രത്യേകിച്ച് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അപ്പോൾ ഇങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ആക്ച്വലി സൈക്കോളജിയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം സൈക്കോളജി ആയതുകൊണ്ട് തന്നെ ഈ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഞാനൊരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആണ് എന്നാണ് വിചാരിച്ചിരിക്കുക. മനുഷ്യർ എന്നിലേക്കല്ല, എനിക്ക് മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക്, അവരിലേക്ക് ഇറങ്ങണം എന്നുള്ള വിചാരത്തിലാണ്. ICDS ഉള്ളൂ എനിക്കൊരു ഒരു ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കും. പഠിക്കുമ്പോഴും ഞങ്ങൾക്ക് സിലബസിൽ 4 പേപ്പറുകളുണ്ട്: സോഷ്യോളജി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, ഹോം സയൻസ്. അപ്പം എൻ്റെ വിചാരം, സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ, ഈ പഞ്ചായത്തിന് കീഴിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മാനസികാരോഗ്യം എന്ന നിലയിലാണ് ഞാൻ ICDS കണ്ടുവന്നത്. പക്ഷെ അത് മാത്രമല്ല, ജോലിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് മാത്രമല്ല റോള്. നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളെ സേവനം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് എനിക്ക് തോന്നുന്നു വയസ്സായിരിക്കുന്ന അപ്പൂപ്പന്മാർ മുതൽ, അവർക്ക് കട്ടിൽ വിതരണം മുതൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് പെൻഷൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥ വരെ നീളുന്ന ഒരു വലിയ ബൃഹത്തായ ഒരു വലിയ ജോലിയുടെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒത്തിരി മനുഷ്യരിലേക്ക് സ്നേഹവും സേവനങ്ങളും എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ടാണ് ICDS സൂപ്പർവൈസർ ജോലി എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ 8 മാസം കൊണ്ട്. 8 മാസമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുവാണ്. ഒപ്പം മനസ്സിലാക്കുന്നത് മീനാക്ഷി ഒരു PhD സ്കോളറാണ് സൈക്കോളജിയിൽ തന്നെ. ഒരു പരീക്ഷയാണ് എഴുതിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷയാണ്, ICDS സൂപ്പർവൈസർ എക്സാമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ജോബ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് ICDSൻ്റെ? ICDSൻ്റെ ജോബ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് നമുക്ക് ജോലിയുടെ സ്വഭാവം വരുന്നത്. അതായത് പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ പഞ്ചായത്തുകൾ നിർവഹിക്കുന്ന എല്ലാ പദ്ധതികളുടെയും നിർവഹണ ഉദ്യോഗസ്ഥ. പിന്നെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ICDSൻ്റെ ഓഫീസിൽ നമ്മൾ പഞ്ചായത്തിന്, നമ്മൾക്ക് കീഴിലുള്ള അങ്കണവാടികളുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും, അതിൽ അനുപൂരക പോഷകാഹാര വിതരണം മുതൽ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ ICDS സൂപ്പർവൈസറുടെ ചുമതലയാണ്. അപ്പോൾ 2 ഉത്തരവാദിത്തങ്ങളിലൂടെയാണ് ICDS സൂപ്പർവൈസർ കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ICDS സൂപ്പർവൈസർ ഒരിക്കലും ഒരു ഓഫീസ് എൻവയോൺമെൻറ്റിലുള്ള ഒരാൾ, ഒരു ഫീൽഡ് സ്റ്റാഫാണ്. എപ്പോഴും നമ്മൾ ഫീൽഡിലായിരിക്കും, എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. ഓക്കെ, എൻ്റെ അങ്കണവാടി ഇന്ന കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. എപ്പോഴും 24 മണിക്കൂറും ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയായിട്ടാണ് ICDS സൂപ്പർവൈസറിൻ്റെ. സാധാരണ രീതിയിൽ നമ്മൾ ഈ സർക്കാർ ഉദ്യോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു 9 to 5 ജോബ് എന്നൊക്കെ പറഞ്ഞ് ഓഫീസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന, ഫാനിന് കീഴിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ജോലി എന്നുള്ളൊരു ധാരണ പൊതുവേ സർക്കാർ ജോലികളെ കുറിച്ചുണ്ട്. അത് മാറ്റിമറിക്കുന്ന, കുറച്ചുകൂടെ ഫീൽഡിലേക്ക് ഇറങ്ങി മനുഷ്യരുമായിട്ട് ഇടപെട്ട് അവരുടെ ജീവിതം കണ്ട് അവരെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സേവനവും ജോലിയും ചേരുന്ന ഒരു സ്വഭാവമാണ് ഈ ജോലിക്കുള്ളതെന്നാണ് എനിക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ജോലിയിലേക്കുള്ള ഒരു യാത്ര, സ്വാഭാവികമായിട്ട് അതിനൊരു പ്രിപ്പറേഷൻ വേണം. എൻട്രിയുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു അനുഭവങ്ങൾ, അതിൽ നിന്നുള്ള എക്സ്പീരിയൻസസ് എങ്ങനെയാണ്?
1.5 വർഷം മുമ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒത്തിരി സമയമുണ്ട്. അതായത് ഞാൻ കോതമംഗലത്ത് ഒരു ആശുപത്രിയിൽ വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം അപ്പോൾ അന്ന് തുടങ്ങി പ്രിപ്പറേഷൻ തുടങ്ങി. ആ സമയത്താണ് PhDക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ കോഴ്സ് വർക്കിൻ്റെ സമയത്ത് എനിക്ക് ഒത്തിരിയധികം സമയമുണ്ട്. അപ്പോൾ 24 മണിക്കൂറും പഠിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ട് MG യൂണിവേഴ്സിറ്റിയിൽ. നമുക്ക് നല്ല ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ അന്നൊരു കോച്ചിങ് എനിക്ക് അറിയാം, എനിക്ക് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് നടക്കില്ല. ഇത്ര വലിയ സിലബസാണ്, മേ ബി അസാധ്യം എന്ന് തോന്നുന്ന സിലബസ് ആവണം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കോച്ചിങ് എടുക്കാത്തത് കൊണ്ട് അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്, കൃത്യമായിട്ടൊരു പ്ലാനിങ് ആവശ്യമുണ്ട്. അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം എനിക്ക് അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം എൻട്രിയേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു എൻട്രിക്ക്. അങ്ങനെയാണ് കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്, എല്ലാ ദിവസവും ടെസ്റ്റ് സീരീസുകളുണ്ട്, ആഴ്ചയിൽ എക്സാം ഉണ്ട്, പിന്നെ മാസത്തിൽ മന്ത്ലി എക്സാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട്, എനിക്ക് കൃത്യമായി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില ആളുകൾ സാധാരണ PSC ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, അത് അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓഫ്ലൈനായിട്ട് പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഓൺലൈനായിട്ട് പഠിക്കുന്നതിന് ആണോ നല്ലത്, ഈ അനുഭവത്തിൽ നിന്ന് ഓഫ്ലൈനായിട്ടൊരു സെൻറ്ററിൽ പഠിക്കുന്നതാണോ? എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ? ഓൺലൈനായിട്ട് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഓൺലൈനായിട്ട് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഓഫ്ലൈനായിട്ട് പഠിക്കാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും അറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിലിരുന്ന് പഠിച്ചിട്ടുണ്ട്, നോട്ട് പുസ്തകങ്ങൾ കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാനും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും ഉള്ളൊരു അവസരം ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് പോയി വരാനും, അപ്പോൾ 2 തവണ കേൾക്കണമെന്ന് തോന്നി 2 തവണ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കൂടി കൺവീനിയൻ്റ് ആയിട്ട് അന്ന് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് മറ്റ് PhDൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യണം. അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനായിരുന്നു. അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തതും അപ്പോഴാണ്. എനിക്ക് വേണമെങ്കിൽ രാത്രി 2 മണിക്ക് എണീറ്റ് ഒന്നൊന്ന് ക്ലാസ് കേട്ടേക്കാം എന്ന് തോന്നിയാലും കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എൻട്രിയുടെ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടുകളും എൻട്രിയുടെ സംവിധാനങ്ങൾ ഇതിൽ എത്രത്തോളം സഹായകമായിട്ടുണ്ട് എന്നുള്ളത് അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ എൻട്രിയുടെ 5ാമത്തെ ബാച്ചിലാണ് ജോയിൻ ചെയ്യണത്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ എൻട്രി ക്ലാസ്സുകൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ മെൻറ്റർ ബെറ്റി മിസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ബെറ്റി മിസ്സിനെ ഫീൽ ചെയ്തത്. ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ എപ്പോൾ വിളിച്ചാലും ചിലപ്പോൾ മിസ് ബസ്സിലായിരിക്കും. പക്ഷേ നമ്മൾ ആവശ്യങ്ങൾ ചെയ്തു തരാനായിട്ട് മിസ് എപ്പോഴും റെഡിയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ക്ലാസ്സുകൾ മിസ്സെ കുറച്ചുകൂടി ആവശ്യമുണ്ട്, ലൈവ് ക്ലാസ്സുകൾ കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഈവനിങ് ടൈമിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ് ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരുന്നു മിസ്സെ, പിന്നെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഹാർഡാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു മിസ്സെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് റെക്ടിഫൈ ചെയ്യാനും അത് കാര്യങ്ങൾ ചെയ്തു തരാനും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിലബസ് പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ വന്നു, അതിന് ശേഷം സിലബസ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു ICDS പരീക്ഷ എഴുതുന്ന എല്ലാവരും നേരിട്ട വലിയൊരു ചലഞ്ചായിരുന്നു. നമ്മളൊരു സിലബസിൽ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ എൻ്റയർ സിലബസ് അങ്ങ് മാറുക. അതിനെ എങ്ങനെ നേരിട്ടു? നിങ്ങൾ എങ്ങനെ നേരിട്ടു? എൻട്രി എത്രത്തോളം അതിൽ ഹെൽപ്ഫുൾ ആയിരുന്നു? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 300-നടുക്ക ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ആകെ പാനിക്കായി, ഇതിപ്പോൾ എന്ത് ചെയ്യും? കുറേ ക്ലാസ്സുകൾ പോയി, കുറേ ക്ലാസ്സുകൾ ഒഴിവാക്കി, കുറേ അധികം ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തു. ഞങ്ങൾ ആകെ പാനിക്കായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കഷ്ടിച്ച് 2.5 മാസം എങ്ങാനും സമയമുള്ളൂ. ഞങ്ങളാകെ പാനിക്കായിട്ട് ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന ബെറ്റി മിസ്സാണ് ഞങ്ങളെ മെൻറ്ററാ. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് കോൾ ചെയ്തിട്ട് എന്നാൽ ബെറ്റി മിസ്സിനെ നമുക്ക് മെൻറ്ററോട് സംസാരിക്കാം. ബെറ്റി മിസ്സിനെ വിളിക്കുമ്പോൾ ബെറ്റി മിസ് വളരെ കൂളാണ്. എടാ നിങ്ങൾ എൻട്രിയുടെ കൂടെയാണ്, നമ്മളുണ്ട്, ഇവിടെ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടടാ, നമുക്ക് തീർക്കാം, നോ വറി. അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ വറി ചെയ്യേണ്ട, ക്ലാസ്സുകൾ എടുക്കും, കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ധൈര്യമാണ്. ഓക്കെ ഫൈൻ, അപ്പോൾ ഇവരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാമല്ലോ, നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ആ ഒരു ധൈര്യമാണ് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഓക്കെ ശരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്യും എന്ന് ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോയി തുടങ്ങുന്നത്. ആ 300 ക്ലാസ്സുകൾ ഒഴിവാക്കണം, ഇനിയുള്ള ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങണം, റിവൈസ് ബാക്കി പിന്നിൽ പഠിച്ചു കഴിഞ്ഞത് ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അങ്ങനെയൊക്കെ ഇതെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഒരു മുന്നറിയിപ്പും കൂടെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും, പക്ഷേ
പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലാതെയുള്ള, അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്നോ ഒന്നും അല്ലാതെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സിലബസ് പെട്ടെന്ന് ചേഞ്ച് ആവുക, ഇതൊക്കെ ഇനിയും നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇനിയും സംഭവിക്കാം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് നമ്മുടെ പഠനത്തിന്റെ ഒരു ചെയിൻ കട്ടായി പോകുന്ന ഒരു അവസ്ഥ വരും. ഒരിക്കലും പതറരുത്. നമ്മൾക്ക് സിലബസ് മാറിയാൽ ആ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരുടെയും സിലബസ് മാറുവാണ്, നമ്മുടെ മാത്രമല്ല. അപ്പൊ എല്ലാവരും വീണ്ടും ഒന്നേ നിന്ന് തുടങ്ങുവാണെങ്കിൽ അത് ധൈര്യമായിട്ട് തുടങ്ങുക. അത് നിങ്ങളുടെ മാനസിക നിലയാണെങ്കിലും അത് ആ രീതിയിൽ പോസിറ്റീവായിട്ട് വെക്കുക. ബാക്കി എൻട്രി അടക്കമുള്ളവർ ഈ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഇനി ചോദിക്കുന്നത്, നമ്മുടെ ഈ ICDS എന്നുള്ള ഇതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് ഒരുപാട് പെൺകുട്ടികൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു PhD സ്കോളറാണ്, ഇപ്പോൾ വിദ്യാഭ്യാസം, അതേപോലെ ഇപ്പോൾ ഒരു ജോലി. അപ്പോൾ എത്രത്തോളം പ്രധാനമാണ് നമ്മുടെ ഒരു കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി ഉണ്ടായിരിക്കുക എന്നുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ 28 വയസ്സായി, ആ സമയത്ത് എല്ലാ ആളുകളും എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ PhDക്ക് ജോയിൻ ചെയ്ത സമയത്തെ ആളുകൾ ചോദിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പഠിപ്പിച്ച അച്ഛനോടും അമ്മയോടും എന്നെ വിവാഹം കൂടി കഴിപ്പിക്കണമെന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ലായ്മ, അതൊരു വലിയ പ്രധാനപ്പെട്ട. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം ഒരു വലിയ ബാധ്യതയാണ്. അപ്പം അതിൻ്റെ അതിൻ്റെ ചെലവുകൾ എന്ന് എനിക്ക് എടുക്കാൻ കഴിയുന്നു അന്ന് മാത്രം മതി എന്നുള്ളൊരു ഇതിലാണ്. ജോലി കിട്ടിയതിന് ശേഷം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒത്തിരിയധികം തകർന്ന ജീവിതങ്ങൾ കണ്ടുവന്നതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു വലിയ ഫാക്ടറാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ് അതിനുശേഷം മതി വിവാഹം, അതൊരു വലിയ സാധ്യതയൊന്നും അല്ല എന്നുള്ള രീതിയിൽ. ഒരു വാക്കാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അത് വിവാഹിതരല്ലാത്തവരും ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവരും വീട്ടമ്മമാരായിട്ടുള്ളവരും ഒക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കരുതുന്നു. കാരണം അതാണ് എപ്പോഴും നമ്മളെ സേഫ് ആക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേറെ ഏതൊരു സാഹചര്യം വന്നാലും നമ്മളെ സേഫായിട്ട് നിർത്തുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അതിന് ഏറ്റവും നല്ലത് ഈ പറയുന്ന പോലെ ഇതുപോലെയുള്ള ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരുപാട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ വെച്ച്, അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും എൻട്രിയുടെ ബാച്ചുകളിൽ കാണുന്നതാണ്. അവർ ഒരു സൈഡിൽ ഫാമിലി മാനേജ് ചെയ്യുന്നുണ്ടാവും, കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നുണ്ടാവും, ഒപ്പം ഈ PSCക്ക് പഠിക്കുന്നുണ്ടാവും, വീട്ടുകാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഈ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ലോ ആയി പോവാറുണ്ട്. അങ്ങനെയുള്ളവരോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? അത് നിശ്ചയദാർഢ്യം മാത്രമല്ല ആവശ്യം, നമുക്കൊരു നിശ്ചയദാർഢ്യം കൂടി വേണം. മാത്രമല്ല നമുക്കൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാവണം. ഒരു പ്ലാനും ഇല്ല, സ്മാർട്ട് വർക്ക് ചെയ്യാനും കൂടി നമുക്കൊരു ചിലപ്പോൾ ഒരു കാര്യം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതിനൊരു സഹായി കൂടി, അല്ലെങ്കിൽ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയും പിയാഷെയുടെ തിയറി, വൈഗോട്സ്കിൻ്റെ തിയറിയിൽ. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ നമുക്ക് പറ്റാത്തത് കുറച്ചുകൂടി നമ്മളെക്കാൾ കുറച്ചുകൂടി ഏബിൾ ആയിട്ടുള്ള ഒരാളെ കൂടി സഹായത്തിന് കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് ഒരു ഹെൽപ്പ് കൂടി നമ്മൾ സീക്ക് ചെയ്യുകയാണെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് കൂടി സീക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും, നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. അസാധ്യമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. സൈക്കോളജിയിൽ ഒരു PhD സ്കോളറുടെ ഒരു സൈക്കോളജിക്കൽ അഡ്വൈസ് ആയിട്ടും കൂടെ നമുക്ക് അതിനെ കരുതാം. എന്ന് വെച്ചാൽ ഇത് ശരിക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ ഉദ്യോഗാർത്ഥികളോടും കൂടെ പറയാനുള്ളതാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടാവും. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയിൽ, അതിപ്പോൾ നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് പരിചയമുള്ള, അത് ഡീൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള, അത് ഒരു പ്ലാറ്റ്ഫോം ആവട്ടെ, എൻട്രി പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ആവട്ടെ, ഒരു വ്യക്തി ആവട്ടെ, നിങ്ങൾക്കൊരു മെന്റർ ആവട്ടെ, അവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അവർക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഈ വഴികളിലൂടെ പോയാൽ വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ നമ്മുടെ പണി നമ്മുടെ കഴിവ് ഉപയോഗിച്ചിട്ട് ആ വഴികളിലൂടെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും വ്യക്തികൾക്ക്, അതായത് ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു ജോലിയിൽ എത്തിയിരിക്കുവാണ്, സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും വർഷം പഠിക്കുന്നു. ഒരു PhD സ്കോളർ MPhil ചെയ്തിട്ടുണ്ട് അല്ലേ, PG കഴിഞ്ഞ് MPhil കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലി എന്ന് പറയുന്ന ഒരു സക്സസ്സിൽ എത്തി നിൽക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ മെൻഷൻ ചെയ്യാനുണ്ടോ ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, സപ്പോർട്ട് ചെയ്ത? ഞാൻ എൻട്രിയുടെ മെന്റേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല പറയുന്നത്, അതല്ലാതെ മീനാക്ഷിക്ക് ആരെങ്കിലും ഇവിടെ മെൻഷൻ ചെയ്യാനുണ്ടോ?
ഞാൻ ഏറ്റവും അധികം പറയേണ്ടത് എന്നെ പോലൊരു പെൺകുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന, ഞാൻ ഒരു അംബേദ്കറായിട്ട് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കറാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഡോക്ടർ BR അംബേദ്കറിന്, പിന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ പഠിക്കണമെന്ന് പറയുമ്പോൾ പഠിക്കാനും, എന്നാൽ പിന്നെ ജോലിക്ക് പോകണമെന്ന് പറയുമ്പോൾ ജോലിക്ക് പോകാനും അവസരം തന്നിട്ടുള്ള, ഒരു വിവാഹ മാർഗത്തിലേക്ക് തള്ളിവിടാതിരുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും, ഏറ്റവും സ്നേഹത്തോടു കൂടി നിൽക്കുന്ന എൻ്റെ നാട്ടുകാർക്ക്. അപ്പോൾ എൻ്റെ നാട്ടുകാരുടെ ഒരു ഇത് പറഞ്ഞാൽ എന്ന് വിവാഹം കഴിക്കുമെന്നല്ല ചോദിക്കുന്നത്, എന്നായിരിക്കും PhD കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ഓപ്പൺ വൈവയ്ക്ക് വരേണ്ടത്. അത്രയും സ്നേഹമുള്ള നാട്ടിലുള്ള ആളുകൾക്ക്. പിന്നെ നഹാന പർവീൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് PSCക്ക് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ ലിസ്റ്റിൽ അവളുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുടെ ഇങ്ങനെയല്ല, നമുക്കിങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്ന നഹാന പർവീൻ എന്ന് പറയുന്ന കൂട്ടുകാരിക്ക്, എൻട്രിയുടെ ഞങ്ങളെ മെൻറ്റേഴ്സ് ബെറ്റി മിസ്സിന്, അങ്ങനെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി, ഏറ്റവും ജോലി ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നു എല്ലാവർക്കും ഞാൻ എത്ര ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ, മോശമായിരുന്ന സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്ത എല്ലാ മനുഷ്യരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. എൻട്രിയിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത സമയത്ത് എൻട്രിയിലെ ടീച്ചേഴ്സ്, സ്വാഭാവികമായിട്ട് ഈ ടീച്ചേഴ്സിനെ ഒന്നും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ഇവരെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് കണ്ടത്. പക്ഷേ ഈ പോഡ്കാസ്റ്റ് ആ ടീച്ചേഴ്സ് എല്ലാം നേരിട്ട് കാണും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഏറ്റവും എടുത്ത് പറയേണ്ട എല്ലാ ക്ലാസ്സുകളും ഏറ്റവും ഹെൽപ്ഫുള്ളായിരുന്നു എന്നെ പോലെ. അപ്പം എനിക്ക് ചിലപ്പോൾ ഒരു തവണ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അപ്പോൾ 2 or 3 തവണ കേൾക്കേണ്ടി വരും. പക്ഷേ ചില ക്ലാസ്സുകൾ എനിക്ക് ഒറ്റ തവണ കേട്ടാൽ മതി. അപ്പോൾ എസ്പെഷ്യലി ഷഹാമ ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജി എടുത്തൊരു മാം ഉണ്ട്. ഞാൻ ഇത്ര വർഷം സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര മനോഹരമായി സൈക്കോളജി പറഞ്ഞു തരുന്നൊരു ടീച്ചർ, അത്ര മനോഹരമായിട്ടായിരുന്നു ആ മാമിൻ്റെ ഒരു പെർസെപ്ഷൻ, അറ്റൻഷൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അത്ര മനോഹരമായിരുന്ന ക്ലാസ്സുകളുണ്ടായിരുന്നു. സോഷ്യൽ വർക്കിൽ ഡോക്ടർ അനീഷ് സാറ്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിരുന്നു. ഇന്നതായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വന്നിരിക്കുന്നത്, ആ പോർഷൻസ് നന്നായി പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്ര ഭംഗിയായിട്ട്, അത്ര കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. സോഷ്യൽ വർക്കിൻ്റെ ഹിസ്റ്ററി ഒന്നും ചിലപ്പോൾ ഒരു സൈക്കോളജി സ്റ്റുഡൻറ്റിന് കിട്ടണമെന്നില്ല, മനസ്സിലാവണമെന്നേ ഇല്ല. പക്ഷെ അത്ര ഭംഗിയായിരുന്നു, അത്ര ക്ലാരിറ്റിയോട് കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനോടും ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഈ എൻട്രിയിൽ ക്ലാസ്സുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. നമ്മുടെ പരീക്ഷകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ, അത് നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ മീനാക്ഷിയെ പോലെയുള്ള ആളുകളുടെ അവർ പറയുന്നതിൽ നിന്ന് കേട്ടാണ് നമ്മൾ നിങ്ങളോട് ഏറ്റുപറയുന്നത്. നമ്മുടെ ഒരു കോൺഫിഡൻസ് വരുന്നത് ഇത്തരത്തിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ജോലി നേടിയിട്ടിരിക്കുന്നവർ, ഞങ്ങൾ പഠിപ്പിച്ച ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നെടുത്ത ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങളത് നിങ്ങളോട് പറയുന്നത്. അതിനൊരു തെളിവാണ് മീനാക്ഷി ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രധാന വിഷയം, ICDS പരീക്ഷ ജനറൽ കാറ്റഗറി എക്സാം എഴുതിയിരിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എൻട്രിയിൽ അടുത്ത കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, അടുത്ത ICDS സൂപ്പർവൈസർ എക്സാമിനുള്ള കോഴ്സ് തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരെല്ലാവരും നേരിടുന്ന ഒരു ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറയുന്നത്, നിലവിൽ അതിലൊരു ലീഗൽ ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 22 അഡ്വൈസുകൾ നിലവിലിരിക്കുന്ന ലിസ്റ്റിൽ പോയിട്ടുണ്ട്, അതിൻ്റെ നിയമനം തുടങ്ങിയിട്ടില്ല. അപ്പം നിയമനം തുടങ്ങാത്തത് സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അതിന് പഠിക്കണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. ആ പരീക്ഷയ്ക്ക് ഇനി ഞങ്ങളത് ഈ ഒരു പരീക്ഷ എന്ന് മാത്രമല്ല, ലീഗൽ ഡിസ്പ്യൂട്ട് നടക്കുന്ന മറ്റൊരുപാട് പരീക്ഷകൾ കേരള PSCയിൽ ഉണ്ട്. അപ്പോൾ ഇനി അതിന് പഠിക്കണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നിലവിൽ സ്പെഷ്യൽ കാറ്റഗറി എക്സാം എഴുതി ജോലിയിൽ കയറിയ ഒരാളാണ് മീനാക്ഷി. അവർ ഒരു ലോങ് ടേം വെച്ച് പഠിക്കുന്നതിൽ എന്താണ് മീനാക്ഷിക്ക് പറയാനുള്ളത് അവരോട്? മത്സര പരീക്ഷകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എക്സാം, ഈ ICD സൂപ്പർവൈസറുടെ എക്സാമിന് ഫെബ്രുവരി 2025 ഞങ്ങൾ എക്സാം എഴുതുന്നു. ജൂണിൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്നു. ജൂലൈ ഓഗസ്റ്റിൽ ഞാൻ ജോലിക്ക് വന്നു. അത്ര സ്പീഡിലൊരു പ്രോസസ്സായിരുന്നു ഈ എക്സാമിന്, ICD സൂപ്പർവൈസറുടെ സ്പെഷ്യൽ കാറ്റഗറി എക്സാമിന് നടന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരിയധികം പാനിക് ആവേണ്ട ആവശ്യം, വറി ചെയ്യേണ്ട ആവശ്യം ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ. മത്സര പരീക്ഷകൾക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നന്നായി പഠിക്കുക, ബാക്കി
ബാക്കിയുള്ള സൈഡ് എന്താണ് നമ്മൾ എന്തും നേരിടണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മാത്രം മതി. പഠിക്കേണ്ടത് നമ്മളെ ആവശ്യമാണ്, അത് റാങ്ക് ലിസ്റ്റിൽ വരേണ്ടത് നമ്മളെ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് നടക്കും. മാത്രമല്ല ഇത് ഏറ്റവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ICDS സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള തട്ടിലെ മനുഷ്യർക്കിലേക്ക് സേവനങ്ങൾ എത്തിക്കാൻ, എനിക്ക് തോന്നുന്നു ഒരു അങ്കണവാടി വിസിറ്റിന് ചെല്ലണ സമയത്ത് ഏറ്റവും അവരുടെ കണ്ണുകളിൽ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ നമ്മളാണ്. അതായത് നമ്മളാണ് അവരിലേക്ക് അനുപൂരക പോഷകാഹാരങ്ങൾ, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ഗർഭിണിയിലേക്കും പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ എല്ലാ ബെനിഫിറ്റും എത്തിക്കുന്നത് ICDS സൂപ്പർവൈസറാണ്. അപ്പോൾ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ്, അവരുടെ കലോത്സവങ്ങൾ, വനിതാ കലോത്സവം, വയോജന സംഗമം, അങ്ങനെ സാമൂഹ്യ സേവനത്തിൻ്റെ എല്ലാ മൂർധന്യ അവസ്ഥകളിലൂടെയും കടന്നു പോകുന്ന ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും എല്ലാ സന്തോഷങ്ങളിലും ഒപ്പം ഉണ്ടാവാൻ കഴിയുന്ന ഒരു ജോലിയായിട്ടാണ് ICDS സൂപ്പർവൈസർ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മീനാക്ഷി പറഞ്ഞപ്പോൾ ഈ മീനാക്ഷി സേവനം നൽകുന്ന, മീനാക്ഷിയിലൂടെ സേവനം കിട്ടുന്ന മനുഷ്യരിൽ കാണുന്ന സന്തോഷം, ആ സന്തോഷം ഈ ജോലി കിട്ടിയിരുന്ന് മീനാക്ഷി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവരിൽ കാണുന്ന സന്തോഷം മീനാക്ഷിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മളിലൂടെ, നമ്മുടെ പ്രോസസ്സിലൂടെ, എൻട്രിയിലൂടെ ഈ പറയുന്ന സന്തോഷം മീനാക്ഷിക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഈ വേക്കൻസി 2-3 വിഷയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ഉയർത്തുന്നത്. നിയമനം നടക്കുമോ, വേക്കൻസി ഉണ്ടോ, കേസൊക്കെ നടക്കുന്നില്ലേ, അതിനെന്താവും. ഇപ്പം ഞാൻ പറയുന്നത് ഈ വിഷയങ്ങളൊന്നും പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന വിഷയങ്ങളല്ല. ഇത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ട് മുന്നോട്ട് നീങ്ങും. വേക്കൻസിയുടെ കാര്യങ്ങൾ എന്തായാലും ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഒരു PSCക്ക് ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേക്കൻസികൾ വരും, നിയമനം നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് എത്ര എണ്ണമുണ്ട്, എത്ര നിയമനം നടക്കും, എത്ര വേക്കൻസി ഉണ്ട്. ഒരു വേക്കൻസി ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് പഠിക്കില്ലേ? ഒരു വേക്കൻസി ആണെങ്കിലും പഠിക്കണം. ഒറ്റ വേക്കൻസി ഉള്ളൂ അതിനകത്ത്. ആ ഒരു വേക്കൻസിയിലെത്താനാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല 10 പേരുണ്ടെങ്കിലേ ഞങ്ങൾ പഠിക്കൂ, 100 വേക്കൻസി ഉണ്ടെങ്കിലേ ഞങ്ങൾ പഠിക്കൂ. അപ്പം നിങ്ങൾ 100 വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ ആ 100ാമനാന്ന് ഉറപ്പിച്ചിട്ടാണോ പഠിക്കുന്നത്? അല്ല. ഞങ്ങൾ ആ 1ാമത് വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആദ്യ 10ൽ വരാൻ വേണ്ടി ആ രീതിയിൽ പഠിച്ചാൽ ഒറ്റ വേക്കൻസി ഉള്ളെങ്കിലും അത് നമുക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇത്തരം പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത്. ഇത് പറയുമ്പോൾ ഇത് സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഒരു മോട്ടിവേഷൻ സ്പീച്ചിന് വേണ്ടി വന്ന് പറയുന്നതല്ല. നമ്മളൊരു തെളിവ് മുന്നിലിരുത്തിയാണ്, തെളിവായിട്ട് ജോലിക്ക് കയറിയ മീനാക്ഷിയെ മുന്നിലിരുത്തിയാണ് ഇത് സംസാരിക്കുന്നത്. എൻട്രിയുടെ പ്രോസസ്സിലൂടെ കടന്നുപോയി, കോഴ്സിലൂടെ കടന്നുപോയി, ഓൺലൈൻ കോച്ചിങ് കിട്ടി, ജോലിയിൽ കയറിയ മീനാക്ഷിയാണ് നമ്മുടെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ മീനാക്ഷിയോട് ചോദിക്കാനുള്ള, ഇപ്പോൾ മീനാക്ഷി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് മീനാക്ഷി ഇവിടെ കൊണ്ട് നിർത്തില്ല എന്ന് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ ഒരു പറഞ്ഞ പോസ്റ്റിലെത്തി, ഈ ഒരു പോസ്റ്റ് കൊണ്ട് നിർത്തി പോകാൻ പറ്റുന്ന ഒരു പോരാട്ട വീര്യമല്ല മീനാക്ഷിക്കുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് അടുത്ത പ്ലാൻ? എന്താണ്? ICDSന്റെ ഒരു ഹയർ പോസ്റ്റ് ഉണ്ട്, ഗസറ്റഡ് റാങ്കിലുള്ള CDPO, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ. അപ്പോൾ എൻട്രിയിൽ അതിൻ്റെ ഗോൾഡ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പഠിച്ചു തുടങ്ങണം, അത് പഠിച്ച് കൊണ്ടിരിക്കുകയാണ്. എൻട്രിന്ന് പോകാൻ ഉദ്ദേശമില്ല, ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് എൻട്രിയുടെ കോഴ്സുകൾ കിട്ടി അത് വിജയിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അടുത്ത ഹയർ പോസ്റ്റിനുള്ള കോഴ്സ് എൻട്രിയിൽ ജോയിൻ ചെയ്യുക, ആ വിജയം തുടരുക എന്നുള്ളത് കേൾക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. ഇത് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോടും പറയാനുള്ളത്, നിങ്ങൾ പല പരീക്ഷ എഴുതുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു LGS ആവട്ടെ, LDC ആവട്ടെ, ഈ പറയുന്ന പോസ്റ്റിനൊക്കെ പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾ ജോലിയിൽ കിട്ടിയാൽ, ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിൽക്കരുത്, ആ ഒരു പോസ്റ്റിൽ നിൽക്കരുത്. അതിലും ബെറ്ററായിട്ട് മുകളിലേക്ക് പോകാൻ പറ്റുന്ന, നിങ്ങൾക്ക് കൂടുതൽ ബെറ്ററായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ലെവലിൽ എത്തുന്ന വരെ നിങ്ങൾ ആ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കണം. അത് ഇപ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലിയിൽ മീനാക്ഷി എത്തി. മീനാക്ഷി അവിടം കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് ഹയർ പോസ്റ്റിലേക്ക് പോകണം, കൂടുതൽ ഏരിയയിലേക്ക്, കൂടുതൽ പ്രദേശത്തേക്കൊക്കെ തൻ്റെ സാന്നിധ്യം എത്തിക്കാനും സേവനം എത്തിക്കാനും ഒക്കെ ശ്രമിക്കണം എന്നാണ് മീനാക്ഷി പറയുന്നത്. ജനറലി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ആശംസകൾ കൊടുക്കാനുള്ളത്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകളുടെ സഹായത്തോടു കൂടി നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ PSC എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഏറ്റവും കൃത്യമായിട്ട് ഈ എക്സാമുകളെ, സിലബസുകളെ അറിയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം നമ്മൾ കൃത്യമായൊരു പ്ലാനോട് കൂടി പഠിക്കാൻ തുടങ്ങിയാൽ അത്രയേ ഉള്ളൂ PSC. അതൊരു ബാലികേറാമല
കലാശാലയൊന്നും അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഞാനാണ് അതിനൊരു തെളിവ് എന്ന് പറഞ്ഞാൽ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ, ഒപ്പം ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ വി ക്യാൻ. നമുക്ക് PhD ചെയ്തുകൊണ്ട് കൂടെ PSCക്ക് പഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. PhD ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് ഒരുപാട് തിരക്കുകൾ, അവരുടെ പേപ്പർ പ്രസൻറ്റേഷൻ, തീസിസ് എഴുതലും കാര്യങ്ങളും ഒരുപാട് തിരക്കുകളുണ്ട്. ഞാനത് പറയുന്നത്, ഇപ്പോൾ നമ്മൾ മറ്റൊരുപാട് ജോലി ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, വീട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സമയത്ത് പഠിക്കാൻ പറ്റുമോ, ഇതുകൊണ്ട് പഠിച്ചാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമോ, ഇതിലും വലിയ തിരക്കുകളുടെ ഇടയിലൊക്കെ പഠിച്ച് അവരുടെ ഈ പറഞ്ഞ പോലെ, നേരത്തെ മീനാക്ഷി പറഞ്ഞ പോലെ, യാത്ര ചെയ്യുന്ന സമയത്ത് കേട്ട് പഠിച്ചും ഇത് ഇയർഫോൺ വെച്ചിട്ട് ക്ലാസ് കേട്ടും അങ്ങനെയൊക്കെ പഠിച്ച് ജോലിക്ക് കയറുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങളുടെ പരിമിതികളായിട്ട് കാണേണ്ട കാര്യമില്ല, അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക എന്നാണ് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് നമുക്ക് പറയാനുള്ളത്. നോക്കൂ, ഇനിയും പരീക്ഷകൾ, ഇപ്പോൾ പറയുന്ന CDPO എക്സാം വരാനുണ്ട്, അടുത്ത ICDS പരീക്ഷ വരുന്നുണ്ട്, അതിനൊക്കെയുള്ള കോച്ചിങ് എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്, അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ ജോലി നേടി സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ ഈ സീറ്റിൽ, മീനാക്ഷി ഇരിക്കുന്ന സീറ്റിൽ നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ മീനാക്ഷിക്ക് ഭാവിയിലേക്ക് വേണ്ട എല്ലാ ആശംസകളും നേരുന്നു. ജോലി വിചാരിച്ച പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. മീനാക്ഷിക്കും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.